എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചത് കാട്ടി തന്നൂല്ലേ, അത് ഇതുവരെ നമ്മൾ ചട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ല. ഇവിടെ പെരുന്നാളും കാര്യങ്ങളും അങ്ങനെ തിരക്കും പിന്നെ ന്യൂ ഇയറും അങ്ങനെയെല്ലാം കൂടെ വന്നപ്പോൾ സമയം കിട്ടിയില്ല. ഇന്നാണ് ഞാൻ അതിനു വേണ്ടി റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ചെടി നടാനായിട്ട് ഇവിടെ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട്, കുറച്ച് ചാണകപ്പൊടി. ഇന്ന് ഒത്തിരി വലിയ സമയമൊന്നുമില്ല, അതുകൊണ്ട് ജസ്റ്റ് അങ്ങ് പെട്ടെന്നുള്ളൊരു നടിയിലാട്ടോ. മണ്ണ് ഇങ്ങനത്തെ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ചെടികൾക്കുണ്ടല്ലോ, നമ്മൾ സാധാരണ ചുമന്ന മണ്ണില്ലേ, അതാണ് ഏറ്റവും നല്ല കേട്ടോ. അല്ലാണ്ട് വേറെ വളമൊക്കെ കൂടിയ മണ്ണിൽ നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വന്ന് ചീത്തയായി പോകും കേട്ടോ. ഈ മണ്ണിലേക്ക് ഞാൻ ഈ ചാണകപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഈ കട്ടയുള്ളതെല്ലാം പറിക്കാം ആ ബക്കറ്റിലിട്ട് എഴുതി. ആ കട്ടയുള്ളതെല്ലാം ബക്കറ്റിലേക്ക്. ചാണകമല്ല, ആ കട്ട വലിയ കട്ടയാ പൊന്നൂസേ. മഴയൊക്കെ പെയ്തിട്ട് കുറെ ദിവസമായില്ലേ, അതുകൊണ്ട് മണ്ണൊക്കെ നല്ല കട്ടയായി തുടങ്ങിയിട്ടോ. ചാണകപ്പൊടി മണ്ണും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. നമ്മളൊക്കെ ചട്ടിയൊക്കെ എന്ത് ചെയ്യണം, ഒരു ചട്ടിയല്ല ബാക്കി കൊച്ചെടുക്കില്ല, സിമന്റ് ചട്ടിയാ. അവിടെ ഇരുന്ന പൊന്നൂസ് മറിഞ്ഞു വീഴല്ല കേട്ടോ. നന്നായിട്ട് ഇതിൽ കട്ടയുണ്ട്, ഞാൻ കട്ടയൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ. എല്ലാവർക്കും എന്ത് ഇൻട്രസ്റ്റ് ആണോ. ആ കട്ട അതിലേക്ക് അവിടെ വെക്ക. ഇത് എന്താണ് അപ്പൊ നമ്മുടെ പഴയ ചെടി നിന്നൊക്കെ ചട്ടിയാട്ടോ. ബാക്കി ചട്ടിയുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. അത്രയൊക്കെ ചട്ടി ഇരിക്കണ്ടല്ലോ. ഈ കവറിലുള്ള മാത്രമായിട്ട് ഞാൻ മാറ്റണോളൂ, അല്ലാണ്ട് ബോട്ടിലിൽ ഇരിക്കണേ അവിടെ ഇരിക്കട്ടെ. എടുക്കണേ. ഇത്രയാണ് നമുക്ക് പെട്ടെന്നൊന്ന് മാറ്റേണ്ട. ബാക്കിയെല്ലാം ആയിരിക്കണതാ. ബാക്കി 3 റോസ് ആ ചെറിയ ബോട്ടിലില്ല, അതിപ്പോൾ ഞാൻ മാറ്റണില്ല കേട്ടോ. ഇത്ര ഒന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കുക. പൊന്നൂസേ, നമുക്ക് 3 ചട്ടി ആയിട്ടുള്ളൂ. ഇതിനെ ഒരു ചട്ടിയും കൂടെ വേണമല്ലോ. അതെ, ചട്ടിയൊക്കെ ക്ലിയർ ആക്കി വെച്ചേക്കുന്ന ചട്ടി കേട്ടോ. ചട്ടിയുടെ ഹോളൊക്കെ ക്ലിയർ ചെയ്താണ്. ആദ്യം തന്നെ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കരിയില എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളിയുടെയും സവോളയുടെയും ഒക്കെ തൊലിയാണ്. എഡ്വിൻ കൊല്ലു മാറിയെന്നേ. അപ്പം ഞാൻ കുറച്ച് വെള്ളം കെട്ടി നിൽക്കാണ്ടിരിക്കാൻ കുറച്ച് ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ടിട്ട്, ഓടിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ചകിരി അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ കരിയില അങ്ങ് ഇട്ട് കൊടുക്കും. ഈ കരിയില ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ല കേട്ടോ. കരിയില അല്ലെങ്കിൽ പച്ചിലയാണെങ്കിൽ നമ്മുടെ കന്നുകാലികൾക്കൊക്കെ കൊടുക്കണ ഇതിൻ്റെയൊക്കെ പുല്ലിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. നമുക്ക് നമ്മുടെ ടെറസ് കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു കൃഷി രീതി കേട്ടോ. കാരണം ഓൾറെഡി പ്ലാസ്റ്റിക്കിൻ്റെ, ഇതിപ്പോൾ സിമെന്റ് ചട്ടിയാണ്, പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കരിയിലയോ പച്ചിലയോ ഒക്കെ നിറച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ്ലെസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ടെറസയിലൊക്കെ വെക്കുന്നതിന് യാതൊരു വിഷയം. ഇതെന്തേ ഇത് കാണിച്ചേ ഉണ്ടോ. ഇതിപ്പോ ഏകദേശം ഒരു ഇത്രമായി. ഇനി ഞാൻ കുറച്ച് സവോളയുടെ തൊലി നമ്മുടെ ചെടികൾക്കൊക്കെ വളരെ നല്ലതാട്ടോ. പക്ഷെ മേളില് പലരും ഞാൻ കണ്ടിട്ടുണ്ട് ചട്ടിയുടെ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമ്മുടെ സവോളയുടെ തൊലി ഇട്ട് കൊടുത്തിട്ട് മണ്ണ് ഇട്ട് കൊടുക്കണം, എന്നാലാണ് പെട്ടെന്ന് അത് മണ്ണായി തീരുള്ളൂ. മേളിൽ ഇട്ട് കൊടുത്താൽ അത് ഉണങ്ങി ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ, യാതൊരു ഗുണം ചെയ്യില്ല. അപ്പൊ ഒരു ഇത്ര ഭാഗം ഉണ്ടോ, ഒരു 1/4 ഭാഗം ഇത് ചട്ടി നമ്മുടെ കരിയിലൊക്കെ ഇട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കുവാണ്. നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മുടെ ചെടികളൊക്കെ നടാൻ പറ്റിയ ഒരു രീതി കേട്ടോ. അതും ടെറസ് ഫാമിങ്ങിന് ഏറ്റവും സ്യൂട്ടായ രീതിയാണിത്.
ഇത് കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ഇതും ഈ കരിയിലൊക്കെ ഓൾറെഡി മണ്ണായി തീരും കേട്ടോ. പിന്നെ ടെറസ് ഫാമിങ്ങിന് മാത്രമല്ല, മണ്ണൊക്കെ കുറവുള്ളവരില്ലേ, ഇപ്പൊ ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒത്തിരി സ്ഥലവും പറമ്പൊന്നും ഉള്ളവർ കാണില്ല, ആ വീടും മിറ്റവും അങ്ങനെയൊക്കെ കാണുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ചെടി നടാനും അതുപോലെ പച്ചക്കറികൾ നടാനും പറ്റിയ ഒരു എളുപ്പ രീതിയാട്ടോ ഇത്. കരിയില മാത്രം മതി നമുക്ക് ചെടി നടാം. ഇനിയിപ്പൊ ഞാനിത് ചെയ്യാൻ പോണത്, ഇത് 2 ദിവസം കൊണ്ട് ഇത്രയോടെ അങ്ങ് താണ് വരും കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ റോസ മണ്ണൊക്കെ ഉടയ്ക്കാണ്ട് കവർ പതിയെ പൊട്ടിച്ചെടുക്കണം. ഇനി ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കും കേട്ടോ. നമ്മുടെ ഈ ബഡ് ഒരു കാരണവശാലും മണ്ണിന്റെ അടി പോകാൻ മേല. മണ്ണിന്റെ അടി പോയാൽ പിന്നെ അതുണ്ടാവില്ല കേട്ടോ. ബഡ് മണ്ണിന്റെ മേളിൽ നിൽക്കണം. ഈ ഒരു കൃഷിയുടെ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഈ കരിയില എന്ന് പറഞ്ഞ കാർബൺ അല്ലേ, അത് ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് മണ്ണൊന്നും അധികം ഇല്ലാത്തവർക്ക് ഈ ഒരു രീതി വളരെ സ്യൂട്ടാട്ടോ. നമ്മുടെ റോസ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് മാറ്റി വയ്ക്കട്ടെ. അടുത്തതിലും അടുത്ത റോസാട്ടോ വയ്ക്കണേ. അതിന്റെ പൂവ് ഒടിഞ്ഞു പോയി, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ഒടിഞ്ഞു പോയതാട്ടോ. അത് നല്ലൊരു റോസായിരുന്നേ, എനിക്കിഷ്ടം ഇങ്ങനെ റോസ്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ പോകില്ലാത്തൊരു ചെടിയാട്ടോ റോസ്, നമുക്ക് പെട്ടെന്ന് പിടിപ്പിക്കാനും പറ്റും. എന്നിട്ട് അടുത്തൊരു ചട്ടി ഞാൻ ക്ലിയർ ചെയ്തെടുത്താണ്, ഓടും കഷ്ണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചകിരിയുടെ ഇതോ, അപ്പൊ വെള്ളം കെട്ടി നിൽക്കില്ല. പിന്നെ ഞാനിപ്പോ ഈ ചകിരി കരിയിലിട്ട സ്ഥാനത്ത് നമ്മുടെ ചീമക്കൊന്നയില്ലേ, ചീമക്കൊന്നയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ വളരെ നല്ല കേട്ടോ. കീടങ്ങളിൽ നിന്നൊക്കെ ചെടികളെ രക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ്. ഞാൻ ആ ചകിരി ഇട്ടിട്ട് ഈ കരിയിലിട്ട് കൊടുക്കുക. ടെറസിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യാൻ നല്ല വെയിറ്റ്ലെസ് ആയിരിക്കും. വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒക്കെ തൊലിയുണ്ട് കേട്ടോ. ഇനി മണ്ണങ്ങ് ഇട്ട് കൊടുക്കാം. മണ്ണ് തന്നെ ഇടണമെങ്കിൽ ഈ ഇത്ര നിറച്ച് കൊള്ളിച്ചൊന്നും ചെടി നടുമ്പോൾ ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പൊ ഇത് കരിയില അങ്ങ് താഴും 2 ദിവസം കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര അങ്ങ് ഇട്ടത്. നമുക്ക് നമ്മുടെ റോസ് വെച്ച് കൊടുക്കാം. ഇതൊന്നും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്തെളുപ്പമല്ലേ ഇങ്ങനെ ചെടിച്ചട്ടി റെഡിയാക്കി എടുക്കാൻ, പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാം. ഇതിന്റെ കൂടെ ചാണകപ്പൊടിയുടെ കൂടെ എല്ലുപൊടിയും അങ്ങനെയൊക്കെ ഇടണോരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ മണ്ണ് ഒന്ന് റെഡിയാക്കുമ്പോൾ മണ്ണിൽ കുറച്ച് കുമ്മായി ഇടണം, നല്ലതാണ്. ഞാൻ ഇട്ടില്ല, പെട്ടെന്നൊന്ന് തീർത്തെടുക്കാം. ഓൾറെഡി ഉച്ചയായിട്ടുണ്ട്, അപ്പോൾ നല്ലൊരു കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ചട്ടിയിലെ മണ്ണ് കളഞ്ഞില്ല. ചട്ടിയുടെ ഹോളൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം കെട്ടി കിട്ടും, പെട്ടെന്ന് ചെടി ചീഞ്ഞു പോകും. അപ്പം ഇതിലും ഓടിൻ്റെ മുറിയൊക്കെ ഇട്ട് കൊടുക്കുവാണ്. ഇത് മണ്ണ ഇങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ കുറച്ച് മണ്ണിട്ടിട്ട് നമ്മുടെ ഈ കവർ പൊട്ടിച്ചിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടാണ് ബാക്കി മണ്ണിടാൻ ഞാനിത് കരിയില ആയതുകൊണ്ടാണ് കരിയില ഫുൾ ഇട്ടിട്ട് മണ്ണും കൂടെ ഇടണം, എന്നാലല്ല നടാൻ പറ്റുള്ളൂ. ന്യൂസ് എൻ്റെ കൂടെ 7 നേരം നടക്കണം. ചേട്ടായി കൊണ്ട് എൻ്റെ കൂടെ ചെടി നടാൻ കൂടെ ഉണ്ടോന്ന് നോക്കി.
നല്ല വേനൽക്കാലല്ലേ, അപ്പം ഇങ്ങനെ ചട്ടിയിൽ ചെടിയൊക്കെ നട്ടിട്ട് ഈ ഇതിലെ നമ്മൾ സ്ഥിരം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ വെയിലിങ്ങനെ കൊള്ളുമ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ അബ്സോർബ് ആവില്ലേ. അപ്പോൾ കുറച്ച് കൊന്നയുടെ ചവറോ അല്ലെങ്കിൽ കരിയിലോ ഇങ്ങനെ വെച്ച് പുതയിട്ട് കൊടുക്കണം നല്ല കേട്ടോ. വെള്ളം അങ്ങ് ഫുള്ള് വലിഞ്ഞു പോകുമൊന്നുമില്ല. അതിന് വേണ്ടി ഒരു ചട്ടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ വേനലാവുമ്പോ വെള്ളമൊന്നും ഒത്തിരി ഇല്ലാത്തവരില്ലേ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്നും നനയ്ക്കത്തൊന്നുമില്ല. അല്ലെങ്കിൽ പൈപ്പ് കണക്ഷനൊക്കെ ഉള്ളവർക്ക്, വാട്ടർ സപ്ലൈ എന്നൊക്കെ വെള്ളം വന്നവർക്ക് ഇപ്പൊ ഒന്നരാടെ നനച്ചാലൊക്കെ മതി. ഇങ്ങനെ ഒരു ദിവസം നനച്ചിട്ട് ഇങ്ങനെ ഈ ചട്ടിയുടെ മേളിൽ അങ്ങ് പുതയിട്ട് കൊടുക്കണം. ഒന്നെങ്കിൽ കരിയില അല്ലെങ്കിൽ ചീമക്കൊന്നയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കേട്ടോ, അതൊക്കെങ്ങളും വരില്ല. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി വെള്ളം ലാഭിക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ പുതയിട്ട് കൊടുക്കുവാണെങ്കിൽ വെയിൽ കൊണ്ട് ആ വെള്ളം അങ്ങ് ഫുൾ അബ്സോർബായി പോവില്ല. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിലും വെള്ളമൊക്കെ ഇല്ലാത്തവർക്കാണെങ്കിലും അങ്ങനെ ലാഭിക്കാം കേട്ടോ. ഇനി വേനലല്ല വരാൻ പോണേ. അപ്പം നമ്മുടെ ഈ പാത്രം കഴുകണ വെള്ളം ഇല്ലാത്തവരൊക്കെ അങ്ങനെ നമുക്ക് ചെടി പച്ചക്കറിയൊക്കെ പിടിപ്പിക്കാം കേട്ടോ. ഇതെന്നെ ഇവരെ. അപ്പം എൻ്റെ എല്ലാ ചെടികളും അങ്ങനെ ഞാൻ ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ബാക്കി അവിടെ അത് 3 അത് ചെറിയ ബോട്ടിലാണ്. അത് ഞാനിപ്പോൾ മാറ്റമില്ലേ. ഇനി ഞാൻ എടുത്ത് മിക്സ് ചെയ്ത മണ്ണ് കുറച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ചീനിത്തൈയുണ്ട്. അപ്പം ഇങ്ങനത്തെ ബോക്സിലേക്ക് ആ ചീനിത്തൈയും കൂടെ നടുവാട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ.